Hi friends, welcome back to my channel. Hope you are all doing well. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കൊല്ലി ഹിൽസിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റൂട്ടിലൂടെ കൊല്ലി ഹിൽസിലേക്ക് പോകാം. ഒന്ന് പാലക്കാട് വഴിയാണ്, മറ്റേത് മൈസൂര് പോയിട്ട് അവിടെ നിന്നാണ് കൊല്ലി ഹിൽസിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്തത് വേറെ റൂട്ടാണ്. നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണിക്കാത്ത ഒരു റൂട്ട് എടുത്തിട്ടാണ് വന്നത്. വയനാട്, ഊട്ടി, മേട്ടുപ്പാളയം, ഈറോഡ് നിന്ന് 120 കിലോമീറ്ററാണ് കൊല്ലി ഹിൽസിലേക്ക് ഉള്ളത്. അപ്പോൾ കൊല്ലി ഹിൽസ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അടിപൊളി വൈബുള്ള ഒരു ഹാപ്പിനാണ്. ഏകദേശം 70 ഹാപ്പിൻ ഉണ്ട് നമുക്ക് കയറാൻ വേണ്ടി. ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു റൂട്ട് എടുക്കണമെന്നുള്ളത്. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ കുറച്ച് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ ഫുള്ള് റൈഡ് മാത്രമായിപ്പോയി. അത് മാത്രമല്ല, നമ്മൾ മൈക്ക് കിട്ടിയില്ല. ഹെൽമെറ്റിൽ വെക്കുന്ന ക്യാമറക്ക് ബുക്ക് ചെയ്യുന്ന മൈക്ക് ഓർഡർ ചെയ്തത് പക്ഷേ ഇന്നലേക്ക് എത്തിയില്ല. നെറ്റിൽ ലാസ്റ്റ് ഓർഡർ ചെയ്യുള്ളൂ. അതാണ് ഞാനും ഷെറുവിനെ ഇപ്പം ചെയ്തിട്ട് ഞാനാണ് ലാസ്റ്റ് ഓർഡർ ചെയ്തത്. ഷെറു ഒരു 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എടി എല്ലാം ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് ലേറ്റ് ആക്കി. ലാസ്റ്റ് ചെയ്യുമ്പോഴേക്ക് വിഷു അങ്ങനെയല്ല ഹോളിഡേയ്സെല്ലാം ആയ സാധനം എത്തുമ്പോഴേക്ക് ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്ക് മൈക്ക് റെഡിയാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിലൂടെ നമുക്ക് റൈഡിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള റൈഡിങ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് പുറപ്പെടാനുള്ള ടൈമായപ്പോൾ സമയം 7:30 മണിയായി. ഇവിടുന്ന് നമ്മൾ ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ടൈം ഗൂഗിൾ പറയുന്നത് 2.5 മണിക്കൂറാണ്. അതിന് മുന്നേ നമുക്ക് നമ്മളെ വണ്ടിക്ക് ലൂബൊക്കെ അടിക്കാനുണ്ട്. ഏകദേശം ഇന്നലെ ഓടി വന്നത് 400 കിലോമീറ്ററിന് മുകളിലാണ്. ലൂബെല്ലാം അടിക്കേണ്ട ടൈമായി. അപ്പം ലൂബെല്ലാം അടിച്ചിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നലെ നമ്മൾ ഊട്ടിയിൽ റൈഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ, ഒന്നും അറിയില്ല. നല്ല കൂൾ ക്ലൈമറ്റാണ്. പക്ഷേ മേട്ടുപ്പാളയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ചൂട് തുടങ്ങി. നല്ല തീ കാറ്റ് പോലെ ഉണ്ടായിന്. ഇന്നും അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. ആകെ 1 മണിക്കൂർ റൈഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം 60 കിലോമീറ്റർ. ആ റൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ നൊങ്കില്ലേ, നമ്മളെ പനൻ്റെ നമ്മളെ നാട്ടിൽ ഇളനീർ വെക്കുന്ന പോലെ ഇവിടെ നൊങ്കാണ് എല്ലാ സ്ഥലത്തും വെക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ സൈഡാക്കിയതാണ്. അപ്പോൾ ഇനി അത് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചിട്ട്. ഓക്കെ, ഷുറു നല്ല അറഞ്ചും പുറഞ്ചും തിന്നേന്ന്. എന്തുണ്ട് ഷുറു? അടിപൊളിയല്ലേ? ഇന്നലെ നമുക്ക് നാരങ്ങ സോഡ കിട്ടിയതല്ലേ, ഇന്ന് നൊങ്ക്. അങ്ങനെ കഴിച്ചതാണ് നമ്മളെ കൊല്ലി ഹിൽസിൻ്റെ ബോർഡ് വന്ന് 70 ഹാർപ്പിന് വളവുള്ളത്. ഭയങ്കര എക്സൈറ്റഡാണ്. ഫസ്റ്റ് ടൈം വരുന്ന എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. 2 ഭാഗത്തും മുളയിലായിട്ട്. ഇവിടെ നിന്ന് നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടി. പോകുന്ന സ്ഥലവും കൂടുതൽ വണ്ടികളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടൈം വരുമെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും നോക്കാം. നല്ല അത്ര വീതി കൂടിയ റോഡൊന്നുമില്ല കേട്ടോ. 2 വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുന്ന വീതി മാത്രമേ റോഡിനുള്ളൂ. ടോപ്പിൽ വരുന്നത് 33 കിലോമീറ്റർ ആണ്. 2 സൈഡിലും നല്ല മുളകളെല്ലാം ഇത് നല്ല ഭംഗിയിലാണ് വേണ്ടി ചെക്കിങ്ങെല്ലാം കാണുന്നുണ്ട്. നമ്മളെന്തായാലും വരിക. ഇവിടെ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ആയതുകൊണ്ടാണ് പ്രത്യേക ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളവിടെ ഇലക്ഷനുള്ള സമയത്ത് ഒരുപാട് ചെക്കിങ്ങെല്ലാം ഉണ്ടായിരുന്നു. വരും. അപ്പോൾ ഇതല്ല, തമിഴ്നാട്ടിൽ വന്നിട്ട് ഇനി ബൈക്കായതുകൊണ്ടാണ് ഫോണൊരു നിർബന്ധമാണ്. കാരണം വെച്ചാൽ ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ മിക്കപ്പോഴും റൈറ്റ് ചേർത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പം കണ്ടില്ല, ആ പാടിയും ഇങ്ങോട്ടാണുള്ളത്. 1/70 ഒന്നാമത്തെ ഹാപ്പിൻ വളവാണ് ഇത് കയറാൻ പോകുന്നത്. ഈ ചുരന്തോറും ഉണ്ടല്ല, എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ലൈസൻസ് എല്ലാം എടുത്ത് ഫസ്റ്റ് പുതിയ ബൈക്ക് എടുത്തിട്ട് എനിക്ക് ഒരു കൊണ്ടുപോയിട്ടാണ് തിരിച്ചുകൊണ്ടേക്കാൻ. ഞങ്ങളാണ് വയനാട്ടിലേക്ക് പോകുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ചുരങ്ങളിൽ ഉണ്ടായിട്ടും സ്കൂൾ കൊണ്ടുപോയത് ഏറ്റവും തിരക്ക് വെച്ച് കാണാൻ തിരിച്ചു എന്താ ചെയ്തത്. ഞാൻ പാവമായതുകൊണ്ട് ഞാൻ കൂടെ പോയി കയറി ഇറക്കിയതാണെങ്കിലോ പാൽച്ചുരം വഴി. അതാണെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ട് ഇറക്കമുള്ള ചുരം. കാത്തോളി എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷെ അതോടുകൂടി നന്നായി ഞാൻ എല്ലാം നല്ലതിനാണ് വെറുതെ നല്ല വാങ്ങുന്നത്. പാൽച്ചുരം എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റീപ്പായിട്ട് ഇറക്കമുള്ള ഒരു
ഇതാണ് ബസ്. ഞാൻ നല്ലോണം പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ കാത്തോളിന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ ഒന്നെടുക്കോന്നും ചോദിച്ചു. ഞാൻ ചെറുപാറ വേണ്ടത് എടുക്കുന്നത് എടുത്താലേ സെറ്റാവുന്നതാണ്. മിക്ക നമ്മളെ പിന്നെ പേടിയും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ മാറുള്ളൂ. പക്ഷെ എന്ത് രസാന്ന് നോക്കിയാൽ എത്ര ബെൻഡാണ് നമ്മളിപ്പോൾ കയറിയത്. ടോട്ടൽ 10-11 ബെൻഡായി കയറി. സ്റ്റാർട്ടിങ് നല്ല വീതി ഉണ്ടെങ്കിലും വെള്ളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വീതി കുറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേപോലത്തെ ചുരയിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കയറും. പിന്നീട് കയറാനും പാടില്ല, ഓവർ ഫ്ലോയിലും കയറാൻ പാടില്ല. ഒരു മിതമായ രീതിയിൽ നല്ല ശ്രദ്ധിച്ച് സമാധാനത്തിൽ കയറിയാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ അത് ക്ലിയറായി. ബാക്കിൻ്റെ വരെ കാര്യം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം പക്ഷേ ഈ ഒരു റോഡിൽ എനിക്ക് കാണാൻ പറ്റുന്ന വണ്ടികൾ വളരെ കുറവാണ്. ഞാൻ വീഡിയോസിലെല്ലാം കണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്താണെന്ന് അറിയാം, സൺഡേ ആയതുകൊണ്ടാണെന്ന് പറയുന്നത് വണ്ടികൾ വളരെ കുറവാണ്. വർക്ക് മുമ്പിട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറേ സമയം വണ്ടിയൊന്നുമില്ല എന്നൊരു ഡയലോഗ് എടുത്തു. ഇന്നലെ ഒരു ബസ് തന്നെ വിട്ട് കടത്തിട്ടുണ്ട്. കുറേ സമയത്ത് കയറാൻ പറ്റില്ല. ഓരോ ബസ്സിനുണ്ട്. താങ്ക് യു. ഇഷ്ടമില്ല പിന്നീട് ഓടി അവിടെ നിന്ന് എല്ലപ്പോ ഈ ബസ് നടത്താൻ വേണ്ടി ഹോണടിച്ചത് പാവം. തെറ്റ് നമ്മളിപ്പോൾ 27ാമത്തെ ഹെയർ പിൻ വളവ് കയറി മുകളിലെത്തുമ്പോഴേക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തിയതാണ്. ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം വെച്ചാൽ കുറേ സമയം ഇങ്ങനെ കയറുമ്പോൾ ഒരു ചെറുതായിട്ട് എനിക്കൊരു തലകറക്കം പോലെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഷിറു ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഷിറുവിൻ്റെ പുതിയ ഗ്ലൗസാണ്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇട്ടപാടൊരു സെറ്റാവില്ല. എന്താ നമ്മളെ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്. നേരത്തെ ഇതായിട്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഷിറു എന്തുണ്ട് കയ്യെന്നുണ്ട് ഇപ്പം? ഗ്ലൗസ് അയച്ചതിന് ശേഷം കുറച്ചൊരു സമാധാനം, അതൊന്ന് സെറ്റാകുന്ന പ്രശ്നമുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിറുവിൻ്റെ ഗ്ലൗസാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഷിറു എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ എടുത്തിട്ടത്. അപ്പോൾ ഷിറു റൈഡ് ചെയ്യാൻ വേണ്ടി ഗ്ലൗസ് എടുത്ത് നേരത്തെ നോക്കുമ്പോഴേക്കും ഞാൻ അതിലെടുത്ത് ഏകദേശം അതിൻ്റെ പണിയെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഫസ്റ്റ് റൈഡിന് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. ആ ഒരു ഗ്ലൗസ് ആയിട്ട് നമ്മളെ കൈയൊന്ന് സെറ്റാകുന്നത്. അപ്പം ഇന്നാണ് അത് ഷിറുവിന് നല്ലോണം കിട്ടിയത്. ഇന്നലെ ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നല്ലോണം വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ സൈഡാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ 65ാമത്തെ ഹെയർ പിൻ വളവാണ് കയറി തുടങ്ങിയത്. നല്ല അടിപൊളി കാലാവസ്ഥ, കാര്യമായ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തോന്നുകൊണ്ട് വലിയൊരു ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാ സുഖമുണ്ട്. ഇടയ്ക്ക് ഇതാണ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ശരിക്കും നല്ല ഞായറാഴ്ച റോഡാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ ഇടയ്ക്കുള്ള ഈ ഡൾഫ് കടില്ല ഇതേ കുറച്ച് സ്ഥലത്തേക്ക് കുറച്ചൊരു നേരമുണ്ട്. ഇത് കുറച്ച് കുറവ് തന്നെയാണ്. അപ്പം നമ്മൾ ഹോണെല്ലാം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ നിർത്തിത്തരുന്നല്ലോ കേട്ടോ. ഈ ഭാഗത്തേക്ക് ഓടിക്കുന്ന വണ്ടികൾക്ക് എന്തായാലും ആ ഒരു ശ്രദ്ധയിലുണ്ട്. ഇവിടെ എല്ലാ വണ്ടികളും ഇതേപോലെ തന്നെ ഇവിടെ കുട്ടികളും പോകട്ടെ. നമ്മൾ വീഡിയോ കാണാൻ വിചാരിക്കും ഭയങ്കര നേരോ റോഡാണ്, ഭയങ്കര ഡേഞ്ചറസാണ്. അങ്ങനെ പോയിരിക്കാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ 70/70 70ാമത്തെ ഹെയർ പിൻ വളവാണ് ഈ കയറാൻ പോകുന്നത്. ഇതോടുകൂടി ഹെയർ പിൻ വളവ് കഴിഞ്ഞ് നമ്മൾ കൊല്ലി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഹില്ല് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ മാർക്കറ്റ് കണ്ടിട്ട് സൈഡാക്കിയതാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയ ഷിറു, അത്തിപ്പഴം, ചാമ്പക്ക, പിന്നെ അതെന്താ സംഭവം അതറിയില്ല. പിന്നെ നമ്മൾ ആ ഒരു എന്താ ഇതിന് പറയല്, ആത്തച്ചക്ക, ഇഞ്ചിയാണത്.
പൈനാപ്പിളിൻ്റെ കളറ് നോക്കിയേ, ഓറഞ്ച് കളർ പൈനാപ്പിള്. കൽക്കണ്ടി കണ്ടപാട് ഷിറുവിന് കൽക്കണ്ടി വാങ്ങാൻ വേണ്ടി പുതിയ ഇതാ വാങ്ങുന്നുണ്ടേ. ആ പനൻ്റെതായി ഇത് മൊത്തം ഇതുള്ള അല്ലേ സാധനങ്ങള്. പന, ഇത് പന ശർക്കര, കരിപ്പട്ടി, അത് ആ ചുക്കുമുളക് ഇതാക്കിയത് ഷിറു. എന്നാൽ പിന്നെ നമുക്ക് തൊണ്ടവേദനക്കെല്ലാം നല്ലതാണ് വെള്ളം വെച്ച് കുടിച്ചാൽ. നമ്മൾ റിസോർട്ടിലെത്തുമ്പോൾ 1:30 മണി ആയിട്ടില്ല. 2 മണിക്കാണ് ചെക്കിങ്. നമ്മൾ വിചാരിച്ച് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം ചെക്കിൻ ചെയ്യണം. അപ്പോൾ ചെക്കിൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇവിടെ കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി. ഇവിടെ കാര്യമായിട്ടുള്ള സ്ഥലമൊന്നുമില്ല, 1-2 വാട്ടർഫോൾസാണ്. ഇപ്പം ചൂടായതുകൊണ്ട് വാട്ടർഫോൾ എന്തായിരിക്കും എന്നൊന്നല്ല, എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാൻ വിചാരിച്ച്. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മളിത് ഒരു വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. മെയിനായിട്ട് പറഞ്ഞിട്ട് 8 വാട്ടർഫോൾസും പിന്നെ അതുപോലെ ടെമ്പിൾസ് എല്ലാം ആണ്. അപ്പം ഇവിടെ പിന്നെ വലിയൊരു വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ മാസില ഫോൾസാണ്. ഈ ഒരു സമയം ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നല്ല ചൂടാണ്. അപ്പം ഏതായാലും ഒന്ന് പോയി നോക്കാൻ ശേഷം നമ്മൾ ഇറങ്ങിയതാണ്. ഇനി ഇവിടെ കാര്യമായിട്ട് കാണാൻ വേറെ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞല്ല. അപ്പം പിന്നെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ 70 യാത്രി പാടുമ്പോൾ കയറാൻ പറ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ വാട്ടർഫോളിൻ്റെ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയി. അഗയഗംഗ ഫോൾസ് ആണ്. മാസില ഫോൾസ് ചെറിയ ഫോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം അഗയഗംഗ ഫോൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു കോവിലുള്ളത്, ആർപ്പളേശ്വർ ടെമ്പിൾ കോവിൽ. ടെമ്പിളിൽ നിന്ന് നമ്മൾ പറയുന്നത്, കോവിലിൽ നിന്ന് തമിഴിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിതാണ് ഇതിൻ്റെ പിന്നെ തൊട്ടടുത്താണ് ഈ ഫോൾസും വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർക്കിലും ചെയ്യേണ്ടത്. ഇവിടെ തൊട്ടടുത്ത് ഒരുപാട് കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിത് വാട്ടർഫോൾസിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടോട്ടൽ 1300 സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മാസില മതി എന്ന് പറയാം, കുഞ്ഞ് വാട്ടർഫോളാണ്, അത് മതി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഷിറു എനിക്ക് പണി തരാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് ഡൗട്ട് ഉണ്ട്. ആണോ ഷിറു? ഷിറു തന്നെ പറ. അല്ലെങ്കിൽ മുട്ടുവേദനയല്ല ഞാനാണ്. 1300 ഇറങ്ങി കയറുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? അതാ ബെറ്റർ. തിരക്കൊന്നുമില്ല ഇപ്പം. പക്ഷെ നല്ല സംഭവപ്പെട്ടില്ല അല്ലേ ഇറക്കം. സ്റ്റെപ്പാണ്, അടിപൊളിയാണ്. ഇത് തിരിച്ചു കയറേണ്ട കാര്യം ചിന്തിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയും നല്ല എന്താ പറയുക കുത്തനുള്ള ഇറക്കം കയറ്റാണ്. ഓ, ചിന്തിക്കാൻ വയ്യ. ഇത് ഒരാൾ നിന്നിട്ട് കിതക്കുന്നോ, ഇറങ്ങിയതിൻ്റെ ക്ഷീണോ. ചാടി ചാടി ഇറങ്ങ് നോക്കിയേ. ഓ, അങ്ങനെ ഇറങ്ങി ഇവിടെ ലാസ്റ്റ് എത്തുമ്പോഴൊക്കെ ആകെ ടയേർഡായി. ഇവിടെ ഈ മസിലിൻ്റെ അടുത്തല്ല ഇങ്ങനെ എന്താ പറയാ വിറക്കുന്ന പോലെയാണ്. തിരിച്ചു കയറേണ്ട തള്ളു വണ്ടിയാക്കി കയറ്റേണ്ടി വരും. 1300 സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടിതാ ഈ ഒരു പാറക്കെട്ടുണ്ട, അത് കയറിയിട്ട് വേണം അപ്പുറം എത്താൻ വേണ്ടി. ഇപ്പം തന്നെ കാലിൽ ഇങ്ങനെ വരക്കുന്നു. അതാണ് കയറാണ്ടിരിക്കാതിരിക്കാനോ നിങ്ങൾ പറയാം. എന്നാലും കയറാണ്ട് ഒന്നുകൂടെയെന്ന് അത് പറ്റൂല. വന്നാൽ കയറി കണ്ടിട്ട് തിരിച്ചു വെക്കുക, അതാണ് നമ്മളെ പോളിസി. ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി കഷ്ടപ്പെട്ട് വന്നിട്ട് നോക്കുമ്പോൾ കാഴ്ച വെച്ചാൽ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. വളരെ ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്കറിയില്ല. നമ്മളവിടെ എല്ലാം അങ്ങനെയൊന്നുമല്ല, മഴക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും. മഴ ഇല്ലാത്ത സമയത്ത് വാട്ടർഫോളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഏകദേശം 500 സ്റ്റെപ്പ് എണ്ണിക്കേറി സംശയമുണ്ട് എനിക്ക് ഇത് അത്രയും ഉണ്ടോ എന്നുള്ളത്. ചുമയിലും എന്തായാലും ഹാർട്ട് നല്ലോണം പണിയെടുക്കുന്നുണ്ട്, അതിനുള്ളൊരു കിടപ്പുണ്ട്. അപ്പോൾ 500 സ്റ്റെപ്പായി. സോ ഫാർ സോ ഗുഡ്. ഇനി ആദ്യം 800 സ്റ്റെപ്പ് കിടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ നോക്കിയാട്ടെ. നല്ല വീഡിയോയിൽ കാണുന്നവരല്ല, നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. അതായത് നമ്മൾ നടന്ന് ഏകദേശം ടോപ്പിൽ എത്താനായി. ഈ ഒരു സ്റ്റെപ്പ് കൂടി അങ്ങ് കയറി കഴിഞ്ഞാൽ മുകളിലെത്തി. അപ്പം അതിനിടയിൽ ക്ഷീണം മാറ്റാൻ വേണ്ടി മോരും വെള്ളം വാങ്ങിയതാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട് മോര് വെള്ളം വെക്കുന്നത്. എൻ്റെ ശരി കഴിഞ്ഞിടത്തി. എത്ര സ്റ്റെപ്പ് ഉണ്ടടി? 1098. 1098. ആ
അപ്പൊ എത്ര 202 സ്റ്റെപ്പ് നീ മുക്കിയ 202 സ്റ്റെപ്പ് കാണുന്നില്ല. കാണുന്നില്ല, നീ മുക്കിയതാടി. നീ എളുപ്പത്തെ കയറാൻ വേണ്ടിട്ട് മുക്കിയല്ലേ. പക്ഷെ കാണുന്നില്ല, കാണാത്തൊന്നും നീ മുക്കി. കംപ്ലൈന്റ് 1300 പറഞ്ഞിട്ട് 1098 നമുക്ക് പോകുന്ന വഴി കംപ്ലൈന്റ് ചെയ്തിട്ട് പോവാം. ടിക്കറ്റിന്റെ പൈസ തിരിച്ചു വാങ്ങിക്കണം. പറ്റിച്ചാ നമ്മളാ 30 വാങ്ങി ഉള്ളിൽ കയറ്റിട്ട് ശരിയില്ല.